രാവിലെ എനിക്ക് ഓർമ്മ വരുന്നൊരു വാക്യം ഇതാണ്. റോമാലേഖനം 12:2 ഇങ്ങനെ പറയുന്നു: ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടത് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. ഒരു സമയം വളരെ വേദനയോടും കൂടെ സമാധാനങ്ങളില്ലാത്ത ഒരു ജീവിതങ്ങളുണ്ടായിരുന്നൊരു സമയം. അന്ന് ഒരൊറ്റ വചനമാണ് നമ്മളെ ഈശോ മാറ്റിമറിച്ചത്. ഞങ്ങളുടെ സൈബേറെ പറയുന്ന ഒരൊറ്റ വാക്ക് പരിശുദ്ധാത്മാവിൽ: കുരിശിൽ എല്ലാം ചെയ്തു കഴിഞ്ഞു നിനക്ക് വേണ്ടി. യേശു ജീവിക്കുന്നു എന്നുള്ള ഒരു വഴി കാണിച്ചു തരുന്നത്, യേശു ഇന്നും ജീവിക്കുന്നെന്ന് പറഞ്ഞു തന്നതും, ആ ജീവിക്കുന്ന ക്രിസ്തു നമ്മെ ഭരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉറപ്പാണ് ഇന്ന്. എന്തേ ഞാൻ പറയുന്നു വെച്ചാൽ, ഒരു സമയം തകർന്നവനായി രോഗത്താലും ഭാരത്താലും എല്ലാം തകർന്നു പോയ ഒരു സമയത്ത് ഗ്രേസ് കമ്മ്യൂണിറ്റി ഗ്ലോബൽ എന്ന് പറയുന്ന ഒരു വലിയ സമൂഹത്തിൽ നിന്ന് കുരിശിലെല്ലാം ചെയ്തു കഴിഞ്ഞു എന്നുള്ള ഒരൊറ്റ വാക്കാണ് ഞങ്ങളെയൊക്കെ ജീവിതത്തെ മാറ്റിയത്. എനിക്ക് ചിലപ്പോൾ ഞാനിങ്ങനെ ഇരുന്ന് ചിന്തിക്കും, ആ വ്യക്തി ദൈവം എടുത്ത് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഞങ്ങളെപ്പോലുള്ള യൗവനക്കാർ അന്ന് ഈ ലോകത്തിൽ പിടിച്ചു നിൽക്കുന്നത്. ഈശോയ്ക്ക് വേണ്ടി ആ വചനത്തിനകത്തുള്ള സ്വാതന്ത്ര്യമാണ് ഞങ്ങളെയൊക്കെ ഇന്ന് പല മേഖലയിൽ പല രീതിയിൽ ഏതൊക്കെ പ്രതിസന്ധി പോകുമ്പോൾ അതെല്ലാം പോയി തരണം ചെയ്ത് ഇന്ന് കർത്താവിന് വേണ്ടി നിൽക്കുന്നതെങ്കിൽ ആ വ്യക്തിയിലൂടെയാണ് ഞങ്ങളെ ദൈവത്തെ കാണിച്ചു തന്നതും ദൈവത്തെ അറിയിച്ചു തന്നതും. സമാധാനമില്ലയോ? യേശു സ്നേഹമാണെന്ന് പഠിപ്പിച്ചു, യേശു സ്നേഹമാണെന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെയാണെങ്കിൽ ആ സ്നേഹം ഞങ്ങളെ പൊതിയട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയതാണ്. ആ സ്നേഹം എത്ര പറഞ്ഞാലും മതി വരാത്തൊരു സ്നേഹം. എവിടെയാ ആ സ്നേഹം നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നു? അതിനെ നീ ഒന്ന് തിരിച്ചറിഞ്ഞാൽ നിന്റെ ജീവിതം മാറും. ഞങ്ങളെ സാക്ഷികൾ വലിയ സാക്ഷികളാണ്. ഈശോയാണ് സ്വാതന്ത്ര്യപ്പെടുത്തിയത്. പക്ഷേ സജിത്ത് എന്ന് പറയുന്നൊരു വ്യക്തി പറഞ്ഞ വചനത്തിലൂടെയാണ് ജീവിതത്തെ ഈശോ മാറ്റിയത്. ആയിരങ്ങൾ 15,000 ചെറുപ്പക്കാരന്മാർ ഈശോയിലേക്ക് വന്നത് ആ പറഞ്ഞ വചനത്തിലെ ജീവൻ. ആ വചനം ഇതായിരുന്നു: യേശു സ്നേഹമാണ്, കുരിശിൽ ഈശോ എല്ലാം ചെയ്തു കഴിഞ്ഞു.